റൈഡർ ആപ്പ് ഷോപ്പ് എങ്ങനെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഷോപ്പ് ഓണേഴ്സിന് വേണ്ടിയിട്ട് ഉള്ളത്. റെസ്റ്റോറൻറ്റ്, ഗ്രോസറി, ബേക്കറി മുതലായ ഷോപ്പ് ഓണേഴ്സ് ഈ ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. പ്ലേ സ്റ്റോറിൽ നിന്ന് റൈഡർ ആപ്പ് ഷോപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബ്ലൂ കളർ ഉള്ളൊരു കോഴ്സ് കാണാം. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ആയ ശേഷം അത് ഓപ്പൺ ആക്കുക. ഓപ്പണായി വരുമ്പോൾ അതിൻ്റെ അകത്ത് സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ലൊക്കേഷൻ അലവ് കൊടുക്കണം, എന്നാലേ നമ്മുടെ ആപ്പ് വർക്ക് ചെയ്യുള്ളൂ. ഷോപ്പ് നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. പിന്നെ ഏത് തരം ഷോപ്പാണ് അതെന്നുള്ളത്, റെസ്റ്റോറൻ്റ് ആണോ ഗ്രോസറി ആണോ. അപ്പോൾ നിങ്ങൾ ബേക്കറി ആണെങ്കിൽ അത് റെസ്റ്റോറൻറ്റിനുള്ളിൽ ബേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. പിന്നെ ക്യുസൈൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, അങ്ങനെ എന്തൊക്കെ ക്യുസിൻസ് നിങ്ങൾക്കുണ്ടോ അതെല്ലാം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഷോപ്പിലെ കോൺടാക്ട് നെയിം എൻ്റർ ചെയ്യുക. വാലിഡ് ആയിട്ടുള്ളൊരു ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. ഇതിൽ വരുന്ന OTP വെച്ചിട്ട് നമ്മൾ ഫൈനലി അത് വെരിഫൈ ചെയ്യുന്നതാണ്. പിന്നെ ഇമെയിൽ ID പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഇമെയിൽ ID പാസ്വേഡും വെച്ചിട്ടായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ അതും വാലിഡ് ആയിട്ടുള്ളത് കൊടുക്കുക. അതിനുശേഷം കൺട്രി എൻ്റർ ചെയ്ത് കൊടുക്കുക. സിറ്റി എൻ്റർ ചെയ്യുക. അതിനുശേഷം ലൊക്കേഷൻ കറക്റ്റായിട്ടുള്ളത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാം, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സിപ്പ് കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം പ്യുവർ വെജ് ആണെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്യുക. പിന്നെ റെസ്പോൺസ് ടൈം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ഒരു ഓർഡർ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ എസ്റ്റിമേറ്റഡ് ഡെലിവറി ടൈം എന്ന് പറയുന്നത് എത്ര നിമിഷം കൊണ്ട് നമുക്ക് ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതായത് ഡെലിവറി ബോയ് വരുന്നത് വരെ. പിന്നെ അതിന് എന്തെങ്കിലും പെർസെൻറ്റേജ് ഓഫർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതവിടെ എൻ്റർ ചെയ്യുക. പിന്നെ ഷോപ്പിന് എന്തെങ്കിലും മിനിമം ഓർഡർ എമൗണ്ട് ഉണ്ടെങ്കിൽ അതവിടെ എൻ്റർ ചെയ്യുക. പാക്കിംഗ് ചാർജസ്, GST എൻ്റർ ചെയ്യുക. പിന്നെ ഷോപ്പ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈം അവിടെ എൻ്റർ ചെയ്യുക. പിന്നെ സൺഡേ ഓപ്പൺ ആണെങ്കിൽ സൺഡേ ടിക്ക് ചെയ്തിട്ട് അവിടെയും നമുക്ക് ആ ടൈം എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് 3 ഇമേജ് അപ്ലോഡ് ചെയ്യാനുണ്ട്. FSSI, പാൻ കാർഡ്, പിന്നെ ഷോപ്പിൻ്റെ ഒരു ഫ്രണ്ട് ഫോട്ടോ. ആ ഇമേജുകളും അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരം നമുക്കൊരു OTP വെരിഫിക്കേഷൻ വരും. ആ OTP എൻ്റർ ചെയ്ത് കഴിയാൻ നേരം നമുക്ക് വെയിറ്റ് ഫോർ അഡ്മിൻ അപ്രൂവൽ എന്നൊരു ഓപ്ഷൻ മെസ്സേജ് കിട്ടുന്നതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിൻ സൈഡിൽ നിന്ന് നോക്കി വെരിഫൈ ചെയ്യുന്നതാണ്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക.